ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈമാറ്റെക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിന്റെ മാത്സ് ആണ്. 9th ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ CBSE 9th ക്ലാസ്സിന്റെയും 10th ക്ലാസ്സിന്റെയും ഒക്കെ ക്ലാസ്സസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റേറ്റ് ക്ലാസ് 9 മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പോൾ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. എന്താണ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലെ. ഏരിയ എ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഏതൊക്കെ വരാം? 6 ഇൻറ്റു 2 വരാം, 12 ഇൻറ്റു 1 വരാം, 4 ഇൻറ്റു 3 വരാം അല്ലേ. അപ്പൊ ഈ 3 പോസിബിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ, ഇനിയിപ്പം ട്രയാങ്കിളിന്റെ കേസ് എടുക്കുകയാണ്. ട്രയാങ്കിളിന്റെ കേസിൽ ട്രയാങ്കിളിന്റെ ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്തൊക്കെ വരാം? ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 24 ഇൻറ്റു 2 ഈക്വൽ ടു 48. എന്നാലല്ലേ ബൈ 2 ചെയ്യുമ്പം 24 വരുള്ളൂ. ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ 48 വരുന്ന ഏത് പോസിബിലിറ്റി നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ABC ആണ്. AB എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ആണ്. ഓക്കെ, AB എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിന്റെ ബേസ് ആണ്. ദെൻ നമ്മൾ ഈ ബേസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ബേസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ദെൻ AB ബേസ് ആയിട്ട് തന്നെ വേറൊരു ട്രയാങ്കിള് ADB, AB ബേസ് ആയിട്ട് തന്നെ വേറൊരു ട്രയാങ്കിള് AEB, AB ബേസ് ആയിട്ട് തന്നെ മറ്റൊരു ട്രയാങ്കിൾ AFB. ഈ ട്രയാങ്കിൾസിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അപ്പോ ബേസ് എല്ലാം കോമൺ ആണ് ആൻഡ് ബേസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനിലാണ് ഈ 4 ട്രയാങ്കിളിന്റെയും തേർഡ് വെർട്ടെക്സ് വരുന്നത്. ഓക്കെ, സോ ഏരിയാസ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. സോ triangles having same base and their third vertex on the line parallel to the base, then the areas of triangles are equal. Okay, അപ്പൊ അതെല്ലാവരും ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3, 4 and 6 സെന്റിമീറ്റർ. 3, 4, 6 സെന്റിമീറ്റർ സൈഡ്സ് വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഡ്രോ 2 ഡിഫറെന്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ. സെയിം ഏരിയ വരുന്ന 2 ഡിഫറെന്റ് റൈറ്റ് ട്രയാങ്കിൾസും കൂടി വരയ്ക്കാം. അപ്പൊ 3, 4, 6 സെന്റിമീറ്റർ സൈഡ്സ് ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ 3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുകയാണ്. ദെൻ 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ബിയിൽ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ദാറ്റ് പോയിന്റ് ഈസ് തേർഡ് വെർട്ടെക്സ് C. ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ABC കിട്ടി. ഇനി ഈ സെയിം ഏരിയ വരുന്ന 2 ഡിഫറെന്റ് റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കണം. അതിനായിട്ട് ABനെ ബേസ് ആക്കിക്കൊണ്ട് ABക്ക് പാരലൽ ആയിട്ട് C കൂടി ഒരു ലൈൻ വരയ്ക്കുക. Aയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി. ആ പോയിന്റിനെ D എന്ന് മാർക്ക് ചെയ്തു, അതിങ്ങോട്ട് ജോയിൻ ചെയ്തു. സോ ട്രയാങ്കിൾ ADB ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ADBയുടെ സെയിം ഏരിയ ACBക്ക് സെയിം ആണ്. ദെൻ ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ജോയിൻ ചെയ്യുക, E എന്ന് മാർക്ക് ചെയ്തു. സോ AEBയും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ACBയുടെ സെയിം ഏരിയ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടാകും, നമ്മൾ വരയ്ക്കുക. ഡ്രോ ട്രയാങ്കിൾസ്. ട്രയാങ്കിൾ ABP വരയ്ക്കണം, ട്രയാങ്കിൾ BCQ വരയ്ക്കണം ആൻഡ് ട്രയാങ്കിൾ CARഉം വരയ്ക്കണം. Of same area with measurements given below. Angle BAP equal to 90 degree തന്നിട്ടുണ്ട്.
ആംഗിൾ ബി സി ക്യു ഈക്വൽ ടു 60 ഡിഗ്രിയും തന്നിട്ടുണ്ട് ആൻഡ് ആംഗിൾ എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തന്നേക്കുന്ന ട്രയാങ്കിൾ ലെങ്ത് എ ബി 7 സെന്റിമീറ്ററിൽ വരയ്ക്കുക. ദെൻ നമുക്ക് ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ 5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. 5 സെന്റിമീറ്ററിൽ ആർക്ക് കട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എ പോയിന്റ് സി. എ ബി സി ജോയിൻ ചെയ്യുക. ഇതാണ് ഗിവൺ ട്രയാങ്കിൾ. ഇനി ഈ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ആണ് ഈ ട്രയാങ്കിൾസിനൊക്കെ വേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ട്രയാങ്കിൾ എ ബി പി വരയ്ക്കണം. അതിന് നമുക്ക് ഈ ഒരു ആംഗിളും ആവശ്യമാണ്. അപ്പൊ എ ബി പി വരയ്ക്കണമെങ്കിൽ എ ബി ഇവിടെ ഉണ്ട്. സോ എ ബിക്ക് പാരലൽ ആയിട്ട് തേർഡ് വെർട്ടെക്സിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുക. ദെൻ എ ബി പി വേണം അല്ലേ. അപ്പോ ട്രയാങ്കിൾ എ ബി പി വേണമെങ്കിൽ തേർഡ് വെർട്ടെക്സ് പി വേണം. അപ്പൊ തേർഡ് വെർട്ടെക്സ് പി കിട്ടാനായിട്ട് നമുക്ക് ഈ ആംഗിൾ ആവശ്യമാണ്. ആംഗിൾ ബി എ പി ഈക്വൽ ടു 90 ഡിഗ്രി. ബി എ പി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഇത് വരും അല്ലേ. ഓക്കെ. അപ്പൊ ഈ പോയിന്റ് എന്താണ്? പി. അത് ജോയിൻ ചെയ്യുക. അപ്പോ ഈ എ ബി സിയുടെ സെയിം ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിള് എ ബി പി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ട്രയാങ്കിൾ ബി സി ക്യു വേണം. അതിന് ഈ ആംഗിൾ ബി സി ക്യൂവും വേണം. ഓക്കെ. ട്രയാങ്കിൾ ബി സി ക്യു വേണമെങ്കിൽ ബി സി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ക്യൂ വേണം. അപ്പൊ ബി സി ബേസ് ആണ്. അപ്പോ അതിന് പാരലൽ ആയിട്ട് എ കൂടി ഒരു ലൈൻ വരയ്ക്കുക. ഇനി ആംഗിൾ ബി സി ക്യൂ എന്താണ്? 60 ഡിഗ്രി. സോ 60 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. അതാണ് എന്താ പോയിന്റ് ക്യൂ. അതിങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. സോ ട്രയാങ്കിൾ ബി സി ക്യൂ കിട്ടി. ഇൻ ദ സെയിം വേ നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ സി എ ആർ വരയ്ക്കാം. സി എ ഇവിടെ ഉണ്ട്. സി എക്ക് പാരലൽ ആയിട്ട് ഈ സി എക്ക് പാരലൽ ആയിട്ട് ബി കൂടി ഒരു ലൈൻ വരയ്ക്കുക. ആംഗിൾസ് എ സി ആർ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അത് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ലൈനിൽ മുട്ടുന്ന പോയിന്റ് എന്താണ്? ആർ. എ സി ആർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ എ ബി സിയുടെ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ഓക്കെ. അപ്പോ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ മൂന്ന് ഫിഗർ ആയിട്ട് വരയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചപ്പോൾ ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ 3 ഫിഗർ ആയിട്ട് വരയ്ക്കുക. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ വിത്ത് വൺ വെർട്ടെക്സ് അറ്റ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ദ അതർ ടു ഓൺ ദി സർക്കിൾ. നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിന്റെ സെന്റർ ആയിരിക്കണം ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ്. ട്രയാങ്കിളിന്റെ മറ്റ് 2 വെർട്ടെക്സ് ഓൺ ദി സർക്കിൾ വരണം. ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് ഓൾ 3 വെർട്ടീസസ് ഓൺ ദി സർക്കിൾ. നമ്മൾ മറ്റൊരു ട്രയാങ്കിളും കൂടി വരയ്ക്കണം. ആദ്യത്തെ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ആവണം ആൻഡ് ആ ട്രയാങ്കിളിലെ 3 വെർട്ടീസസും ഓൺ ദി സർക്കിൾ ആവണം. ഓക്കെ. അപ്പൊ നമ്മൾക്ക് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് നോക്കാം. സെന്റർ സി മാർക്ക് ചെയ്യുക. ദെൻ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ പോയിന്റ് സി ഈസ് 1 വെർട്ടെക്സ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിളിന്റെ അതർ 2 വെർട്ടെക്സ് ഓൺ ദ സർക്കിൾ വരണം. അപ്പോൾ എ ബി സിയില് എ ബി ഓൺ ദ സർക്കിൾ, സി സെന്റർ ഓഫ് ദി സർക്കിൾ. ഇനി നമുക്ക് ഈ സെയിം ഏരിയ വരുന്ന മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം. സോ എ ബിക്ക് പാരലൽ ആക്കിക്കൊണ്ട് സി കൂടി ഒരു ലൈൻ വരച്ചു. ദെൻ അടുത്ത ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സും ഓൺ ദ സർക്കിൾ വരണം. ഓൾറെഡി എ ആൻഡ് ബി ഓൺ ദ സർക്കിൾ ആണ്. സോ തേർഡ് വെർട്ടെക്സിനെ നമുക്ക് ഡി എന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു പോയിന്റ് ഡി എന്ന് മാർക്ക് ചെയ്യാണ്. അത് ഓൺ ദ സർക്കിൾ ആണ്. അത് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എ ഡി ബി ഈസ് എ ട്രയാങ്കിൾ ഹാവിംഗ് ദ സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് triangle ABC and all 3 vertices are on the circle. Okay. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. How many different triangles can you draw with 2 sides 8 and 6 centimeters and area 12 centimeter square? ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് 2 സൈഡ് 8ഉം 6ഉം സെന്റിമീറ്റർ ആവണം ആൻഡ് ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ എത്ര ഡിഫറെന്റ് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും? ആൻഡ് വാട്ട് ഇഫ് ദ ഏരിയ ഈസ് ടു ബി 24 സെന്റിമീറ്റർ സ്ക്വയർ. അതുപോലെ സൈഡ്സ് 8 and 6 സെന്റിമീറ്റർ തന്നെ വെച്ചുകൊണ്ട് ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ നമുക്ക് എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും? അപ്പൊ അതാണ് ചോദ്യം. അപ്പോ ഒരു സൈഡ് 8 സെന്റിമീറ്റർ. ഓക്കെ. അപ്പോൾ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ, ഒരു സൈഡ് 6 സെന്റിമീറ്ററും കൂടി ഉണ്ട്. ദെൻ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച് ഈക്വൽ ടു 12 ആയാൽ ബേസ് 8 എന്ന് എടുത്താൽ എച്ച് എന്ത് വരും? 3 സെന്റിമീറ്റർ എന്ന് വരും. ഹൈറ്റ് എന്ത് വരും? 3 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ. ഇനി നമുക്ക് അങ്ങനെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ 8 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലെങ്ത് വരച്ചു.
ഇത് OA എന്ന് മാർക്ക് ചെയ്യുകയാണ്. സോ അപ്പൊ നമ്മൾ OA ലെങ്ത് 8 സെന്റിമീറ്റർ വരച്ചു. ദെൻ നമുക്ക് അതർ സൈഡ് എന്താണ്, ഒരു സൈഡ് 6 സെന്റിമീറ്റർ വരണം. അപ്പൊ നമ്മൾ 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, 6 സെന്റിമീറ്റർ എടുത്തിട്ട് O സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഈ ലെങ്ത് എന്താണ്, 6 സെന്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് വേണ്ടത്, ഹൈറ്റ് വേണ്ടത് 3 സെന്റിമീറ്റർ ആണ്. സോ 3 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് ഈ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ലെങ്ത് എന്താണ്, 6 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്താണ്, 6 സെന്റിമീറ്റർ. അപ്പോൾ ഈ പോയിന്റിനെ B എന്ന് മാർക്ക് ചെയ്താൽ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 8 സെന്റിമീറ്റർ, ഒരു സൈഡ് 6 സെന്റിമീറ്റർ, ദെൻ ഹൈറ്റ് എന്താണ്, 3 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ OAB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരച്ചു. ഇനി ഈ സെയിം ഏരിയ വരുന്ന ഒരു ട്രയാങ്കിളും കൂടിയേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിന്റെ തേർഡ് വെർട്ടെക്സ് ഇവിടെ വരും. അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതിനെ C എന്ന് മാർക്ക് ചെയ്യുക. ട്രയാങ്കിൾ OCA. അപ്പോൾ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയും 8 and 6 സെന്റിമീറ്റർ സൈഡും വരുന്നത്. ഓക്കെ, ദെൻ ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ, ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ ഹാഫ് BH ഈക്വൽ ടു 24 വരും. ബേസ് 8 ആണെങ്കിൽ കട്ട് ചെയ്ത് പോകുമ്പം H എന്ത് വരും, 6 സെന്റിമീറ്റർ. അപ്പൊ എങ്ങനെയാണ്, ഒരു സൈഡും 6 സെന്റിമീറ്റർ ആണ്, ഹൈറ്റും 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോ എങ്ങനെ വരും, വരയ്ക്കുമ്പോ നമ്മൾ ബേസ് 8 സെന്റിമീറ്റർ വരയ്ക്കുക. ദെൻ 6 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, സർക്കിൾ വരച്ചു, അത് 6 സെന്റിമീറ്റർ ആണ്. ഇനി ഹൈറ്റ് എത്രയാണ്, 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് 6 സെന്റിമീറ്റർ ആവുമ്പം ABക്ക് പാരലായിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറ്റ പോയിന്റേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു 90 ഡിഗ്രിയിലാണ് വരുന്നത് പോയിന്റ് C. അപ്പോൾ ഇത് 6 സെന്റിമീറ്റർ, ഹൈറ്റ് ഈസ് ഓൾസോ 6 സെന്റിമീറ്റർ, അതർ സൈഡ് 8 സെന്റിമീറ്റർ. ഓക്കെ, ഇതിന് സെയിം ഏരിയ ആയിട്ട് നമുക്ക് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ബിലോ ദ ലൈൻസ് പാരലൽ ടു ഈച്ച് സൈഡ് ഓഫ് ദി ബ്ലൂ ട്രയാങ്കിൾ. അപ്പം ഞാൻ ആദ്യം പിക്ചർ ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് ബ്ലൂ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ബ്ലൂ കളറിലാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ദാറ്റ് ഈസ് ട്രയാങ്കിൾ PQR. ഓക്കെ, അപ്പോൾ PQന് പാരലായിട്ട് R കൂടി ഒരു ട്രയാങ്കിൾ ഉണ്ട്. PRന് പാരലായിട്ട് Q കൂടി ട്രയാങ്കിൾ അല്ല ഒരു ലൈൻ വരച്ചു. QRന് പാരലായിട്ട് P കൂടി ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ ഒരു വലിയ ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ ABC ആണ്. ഓക്കെ, ആ വലിയ ട്രയാങ്കിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ യെല്ലോ കളറിലാണ് കിടക്കുന്നത്. ദെൻ ഹൗ മെനി ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ഹാവ് സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് ദി ബ്ലൂ ട്രയാങ്കിൾ. അപ്പോൾ ഈ ബ്ലൂ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിന് സെയിം ഏരിയ ആയിട്ട് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്. കൂടാതെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. Pയും Bയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ Rഉം Cയും ജോയിൻ ചെയ്തിട്ടുണ്ട്. Aയും Qവും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി സെന്ററിൽ ഒരു ഒറ്റ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. ഈ സെന്ററിൽ മീറ്റ് ചെയ്ത പോയിന്റിനെ O എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹൗ മെനി ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ഹാവ് സെയിം ഏരിയാസ് ദാറ്റ് ഓഫ് ദി ബ്ലൂ ട്രയാങ്കിൾ. ട്രയാങ്കിൾ PQRന് സെയിം ഏരിയ ആയിട്ട് വരുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ട്. ദെൻ ഹൗ മെനി ഓഫ് ദം ഹാവ് സെയിം മെഷേഴ്സ് ഓഫ് ബ്ലൂ ട്രയാങ്കിൾ. അതിന് സെയിം ഏരിയ സെയിം ആണെങ്കിൽ മെഷർമെന്റ്സ് സൈഡ് അളവ് സെയിം ആവണമെന്നില്ലല്ലോ. സോ സൈഡ്സും കൂടി സെയിം ആയിട്ട് വരുന്ന എത്ര ട്രയാങ്കിൾസും കൂടി ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ഇവിടെ AB പാരലൽ ടു PQ. ABയും PQയും പാരലൽ ആയതുകൊണ്ട് ട്രയാങ്കിൾ APQ, ട്രയാങ്കിൾ BPQ and triangle PQR have same area. Okay, പിന്നെ
BC parallel to PR. Okay, BC parallel to PR. So triangle PBC, triangle RBC and triangle PQR have same area. Then AC parallel to QR. Okay, so triangle ARC, triangle AQC and triangle PQR have same area. എല്ലായിടത്തും triangle PQR ഉണ്ട്. സോ ഈ എല്ലാ ട്രയാങ്കിൾസിനും എങ്ങനെയാണ് സെയിം ഏരിയ ആണ് ആസ് ദാറ്റ് ഓഫ് PQR. അപ്പൊ നമുക്ക് PQRന് സെയിം ഏരിയ വരുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 6 ഇവിടെ തന്നെ കിട്ടി. ഇനി അത് കൂടാതെ ഈ PQന്റെ സൈഡിലുള്ള ഈ ട്രയാങ്കിൾ PQC ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ട്രയാങ്കിൾ QRB, പിന്നെ എന്തുണ്ട്? ട്രയാങ്കിൾ PAR. ഈ 3 ട്രയാങ്കിൾസും കൂടി ഉണ്ട്. സോ ടോട്ടൽ 9 ട്രയാങ്കിൾസിന് സെയിം ഏരിയ ആണ്. PQRന്റെ സെയിം ഏരിയ ആണ് 9 ട്രയാങ്കിൾസിന്. ഇനി സെയിം മെഷർമെന്റ്സ് എത്ര ട്രയാങ്കിൾസിന് വരുന്നു എന്ന് നോക്കണം. സെയിം മെഷർമെന്റ് വരുന്നത് ഏത് ട്രയാങ്കിൾസിന് മാത്രമേ ഉള്ളൂ? ഈ ട്രയാങ്കിൾ അഡീഷണൽ വന്ന 3 ട്രയാങ്കിൾ അല്ലേ, ആ 3 ട്രയാങ്കിളിന് മാത്രമേ ഉള്ളൂ. ഈ 3 ട്രയാങ്കിൾസും ഈ ട്രയാങ്കിളിന്റെ ഏരിയ സൈഡ് മെഷർമെന്റും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. സെയിം മെഷർമെന്റ്സ് വരുന്നത് ഏത് ട്രയാങ്കിൾസിന് മാത്രമേ ഉള്ളൂ? ഈ അഡീഷണൽ വന്ന ഈ 3 ട്രയാങ്കിൾസിന് മാത്രമേ ഉള്ളൂ. ട്രയാങ്കിൾ PQC, QRB, ട്രയാങ്കിൾ PAR. സോ ഈ 4 ട്രയാങ്കിൾസും എങ്ങനെയാണ്? സെയിം മെഷർമെന്റ്സും സെയിം ഏരിയ ആണ്. സോ ട്രയാങ്കിൾ PQRന് സെയിം ഏരിയ വരുന്ന 9 ട്രയാങ്കിൾസും സെയിം മെഷർമെന്റ്സ് വരുന്ന 3 ട്രയാങ്കിൾസും ആണ് ഉള്ളത്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 2 triangles shown below have same area. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ തന്നിരിക്കുന്നത് ഇതാണ്. ഈ ആംഗിൾ 50 ഡിഗ്രി ആണ്. ഈ ലെങ്ത് 4 സെന്റിമീറ്റർ ആണ്. ഈ ലെങ്ത് 3 സെന്റിമീറ്റർ ആണ്. പിന്നെ വേറൊരു ട്രയാങ്കിൾ കൂടി തന്നിട്ടുണ്ട്. ഈ ബേസ് 4 സെന്റിമീറ്റർ ആണ്, 3 സെന്റിമീറ്റർ. ഈ ആംഗിൾ ഈസ് 130 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന് രണ്ടിനും സെയിം ഏരിയ എന്ന് പ്രൂവ് ചെയ്യണം. സോ ദാറ്റ് നമ്മൾ 4 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുകയാണ്, AB. ഓക്കെ, ദെൻ ഒരു 50 ഡിഗ്രി എടുത്തു, 50 ഡിഗ്രി. ദെൻ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു, 3 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് എ പോയിന്റ് C. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ നമുക്ക് കിട്ടിയില്ലേ. നമുക്ക് ഈ ട്രയാങ്കിളും കൂടി വരണം. അപ്പോ ഈ ഒരു ആംഗിൾ 130 ഡിഗ്രി, ആ 130 ഡിഗ്രി നമ്മൾ ഇവിടെ മെഷർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ലൈൻ വരച്ചു. ഇവിടെ 3 സെന്റിമീറ്റർ ആണ് സൈഡ്. അപ്പൊ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു, ആ പോയിന്റ് D എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് 3 സെന്റിമീറ്റർ സെയിം ലെങ്ത് ആണ്. AC ഈക്വൽ ടു BD ആണ്. ആൻഡ് ആംഗിൾ CAB പ്ലസ് ആംഗിൾ ABD, ഈ രണ്ടും ആംഗിളും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടും? 180 ഡിഗ്രി. ആംഗിൾസ് എങ്ങനെയാണ്? സപ്ലിമെന്ററി ആണ്. സോ ഈ CD കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു പാരലോഗ്രാം കിട്ടും. ദെൻ AD കൂടി ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളും ഇവിടെ കിട്ടി. ഓക്കെ ആണോ? ദെൻ ഇപ്പൊ ട്രയാങ്കിൾ ACBയും കിട്ടി, ട്രയാങ്കിൾ ADBയും കിട്ടി. ഇതൊരു പാരലോഗ്രാം ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണ് ആൻഡ് ആംഗിൾസ് എങ്ങനെയാണ്? സപ്ലിമെന്ററി ആണ്. സോ ABDC ഈസ് എ പാരലോഗ്രാം. ദെൻ പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. സോ AB പാരലൽ ടു CD. അപ്പൊ എന്ത് വരും? ആംഗിൾ ACBയും. അപ്പൊ എന്ത് വരും? ബേസ് സെയിം ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ബേസ് AB ആണ്. അതിന്റെ തേർഡ് വെർട്ടെക്സ് ഓൺ ദ സെയിം ലൈൻ പാരലൽ ടു ദി ബേസ്. സോ ട്രയാങ്കിൾ ACB ആൻഡ് ട്രയാങ്കിൾ ADB ഹാവ് സെയിം ഏരിയ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് എക്സസൈസ്. ഫസ്റ്റ് എക്സസൈസിൽ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ 9th സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.